ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീതാസ് കുക്സ് ആൻഡ് വ്ളോഗ്സ്. നമുക്കൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഇതെൻ്റെ മദറിലോ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു 1/2 kg ക്രാബാണ്. ഇത് ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് പച്ചത്തേങ്ങയിലേക്ക് പച്ചമല്ലി, കുരുമുളക്, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കരിവേപ്പില എന്നിവ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ചൂടാക്കി മാറ്റി വയ്ക്കാം. ഇത് വെള്ളം ചേർക്കാതെ പൊടിച്ച് മാറ്റി വയ്ക്കേണ്ടതാണ്. പിന്നെ നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു കുരുകുരാന്നറിഞ്ഞ ഒരു സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാബ് ഈ അരപ്പിലേക്ക് ചേർത്ത് ചെറുതായി ഉടയാതെ ഇളക്കിയെടുക്കുക. ക്രാബിൻ്റെ എല്ലാ സൈഡിലേക്കും അരപ്പ് ചേർത്ത് വച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർക്കാം. ക്രാബിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വെള്ളമുള്ളത് കൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു കറിയാണ്. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഒന്നും കൂടി ഇളക്കി മസാലയെല്ലാം പിടിച്ചോ നോക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനൊരു സൂപ്പർ കോമ്പിനേഷനാണ്.